നൃത്തമൂർത്തിയായ വടക്കുനാഥനെ പ്രദക്ഷിണം ചെയ്ത് ചുവടുകൾ വെച്ച പുലിനടനം അവിസ്മരണീയമായി. നരൻ നരിയായി ജന്മമെടുത്ത പുലിക്കളിയാട്ടത്തോടെ തൃശൂരിന്റെ ഓണാഘോഷത്തിന് പരിസമാപ്തിയായി. പുലിയായി വീരജന്മം നേടിയവന്റെ പെരുങ്കളിയാട്ട ദിനമായിരുന്നു നാലോണനാളിൽ പ്രകടമായത്. ജീവിതം കൊണ്ട് യാതൊരു വീരത്വവും അവകാശപ്പെടാനില്ലാത്തവർ വർഷത്തിലൊരിക്കൽ പുലിജന്മം പൂകി കാവു തീണ്ടുന്നതിന്റെ അമൂർത്ത ഭാവങ്ങളായിരുന്നു പൂരനഗരിയിൽ പ്രകടമായത്. കുടവയറും തടിച്ച ശരീരവും അപഹാസ്യമെന്ന് വിലയിരുത്തുന്ന സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മുന്നിൽ ഒരു ദിവസത്തെ വീരനായകരായാണ് ഓരോ പുലിജന്മങ്ങളും നിറഞ്ഞാടിയത്. 8 ടീമുകളാണ് ഇത്തവണ പുലിക്കളി മഹോത്സവത്തിൽ ചുവടുവെച്ചെത്തിയത്. പടിഞ്ഞാറേക്കോട്ട ടീമാണ് ആദ്യമായി നടുവിലാൽ ഗണപതിക്ക് തേങ്ങയുടച്ച് സ്വരാജ് റൗണ്ടിൽ നിറഞ്ഞാടിയത്. ഓരോ ടീമുകൾക്കും കൃത്യമായ സമയക്രമം ഇത്തവണ നൽകിയിരുന്നു. പൂരത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പുരുഷാരം സ്വരാജ് റൗണ്ടിൽ എത്തിയതിനും ഈ ദിനം സാക്ഷ്യം വഹിച്ചു. അരമണി കിലിക്കിയും കുടവയർ കുലിക്കിയും പുലിക്കൊട്ടും പനന്തേങ്ങയും എന്ന വായ്ത്താരിയുടെ താളത്തിൽ രൗദ്രഭാവങ്ങളോടെ സംഘനൃത്ത ചുവടുകളോടെ എത്തിയ പുലിക്കൂട്ടങ്ങൾ പൂരനാടിന്റെ ആവേശത്തെ അടയാളപ്പെടുത്തി. പരമ്പരാഗത പുലിവേഷങ്ങളായ പട്ടയും പുള്ളിയും വേഷങ്ങൾക്കൊപ്പം കരിമ്പുലികളും ഫ്ലൂറസൻ പുലികളും ബോഡി ആർട്ടിന്റെ അപാര സാധ്യതകളെ പുലിക്കളിയിൽ സന്നിവേശിപ്പിച്ചു. പൂരനഗരിയിൽ തടിച്ചുകൂടിയ ജനസാഗരത്തെ തങ്ങളുടെ പ്രാകൃതമായ വേഷഭൂഷാദികളോടെയും ഗോത്രവർഗ സംസ്കാരത്തിന്റെ തുടിതാളങ്ങളോടെയും വിരുന്നൂട്ടിക്കൊണ്ടാണ് ഓരോ പുലിസംഘങ്ങളും കടന്നുപോയത്. കാടിളക്കി വന്ന പുലിക്കൂട്ടങ്ങൾ തേക്കിൻകാടിന് ചുറ്റും അലറിയാർത്തതോടെ പൂരനഗരി പുലിനഗരിയായി മാറി. പുലിക്കൊട്ടും പുലിവണ്ടികളും നിശ്ചല ദൃശ്യങ്ങളും ഓരോ ടീമിനും അകമ്പടിയായി. ന്യൂസ് ഡെസ്ക് TCV.